Hey guys and welcome back to Best Car Picks. Finally, നമ്മുടെ സബ്ഫോമീറ്റർ SUV സെഗ്മെന്റിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ വണ്ടി ലോഞ്ച് ആവാൻ പോവാണ് എന്ന് പറയാം. ഈ വണ്ടിയുടെ ടീസേഴ്സും സംഭവങ്ങളൊക്കെ ഏകദേശം ഒരു 4-5 ദിവസം മുന്നേ തൊട്ട് വന്നു തുടങ്ങിയതാണ്. ഞാൻ പിന്നെ അപ്പോൾ വീഡിയോ ചെയ്തില്ല, കാരണം എന്തായാലും ഇത്രയും സമയമല്ലേ ഉള്ളൂ. മാർച്ച് 10-ാം തീയതി തന്നെ ലോഞ്ച് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ വണ്ടി ലോഞ്ച് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ വണ്ടി ഇതൊരു കോൺസെപ്റ്റ് രൂപത്തിൽ ബ്രിഡ്ജർ എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. റെനോ ബ്രിഡ്ജറാണ്. സോ ഇത് ഒരു മിനി ഡസ്റ്റർ എന്നുള്ള രൂപത്തിലാണ് അവർ കാണിക്കുന്നത്. പക്ഷേ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു സബ്ഫോമീറ്റർ കാറ്റഗറിയിൽ വരാൻ പോകുന്ന വാഹനമായിരിക്കും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഡിസൈൻ ക്യൂസ് ഒന്നല്ല ഈ വാഹനം ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഡസ്റ്ററിന് സെയിം പ്ലാറ്റ്ഫോം ആണെങ്കിലും സൈസ് കുറച്ചിട്ടുണ്ട്. പക്ഷേ നല്ലൊരു പക്ക ബോക്സി ഷേപ്പ് ഡിസൈനിലാണ് ഈ വാഹനം വരുന്നത്. ഹെഡ് ലാംപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാം. ഇതിപ്പോൾ കോൺസെപ്റ്റ് വണ്ടി ആയതുകൊണ്ട് പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് എന്തോരം ഒരു ക്യാരി ഓവർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഡിസൈൻ സിലബറ്റൊക്കെ എന്തായാലും സെയിം ആയിരിക്കും. ആകപ്പാട നമ്മുടെ ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും കുറച്ച് പ്രൊഡക്ഷനോട്ട് വരുന്നതനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാണെങ്കിലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ റെനോയുടെ ഒരു ബാഡ്ജിങ് ആണ്, അതായത് ലെറ്ററിംഗ് ആണ് ഫ്രണ്ടിൽ കിട്ടുന്നത്. അത് ഇലുമിനേറ്റഡ് ആണ്. അതുപോലെ 18 ഇഞ്ച് അലൈസ് ആയിരിക്കും പ്രൊഡക്ഷൻ സ്പെക്ക് വണ്ടിയിൽ വരാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഇത് കോൺസെപ്റ്റ് വണ്ടി ആയതുകൊണ്ട് കുറച്ച് വലിയ വീൽസ് ആയിരിക്കാം. പിന്നെ നമുക്ക് ബോഡി ക്ലാഡിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും കൺവെൻഷണൽ ഡോർ ഹാൻഡിൽസ് ആണ് ഫ്രണ്ടിൽ. ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് സി പില്ലർ മോഡലാണ്. പക്ഷെ അതവർ മൊത്തം മറ്റേ ഒരു ബ്ലാക്ക് പാനൽ കൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ വിസിബിൾ ആയിട്ട് കാണില്ല. എനിക്ക് പേഴ്സണലി ഡോർ ഹാൻഡിൽസ് തന്നെയാണ് ഇഷ്ടം. ഇപ്പോഴത്തെ പ്ലസ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് അതൊന്നാമത്തെ കാര്യം ഇപ്പോൾ ചൈനയിൽ ബാൻ ചെയ്തു, കാരണം സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ആക്സിഡൻ്റ് ഒക്കെ ആവുന്ന സമയത്ത് തുറക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും ഇലക്ട്രിക്കലി റിട്രാക്റ്റബിൾ ഡോർ ഹാൻഡിൽസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ മുട്ടിപ്പോൾ എന്തെങ്കിലും ഞെക്കിക്കൊണ്ടിരിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈവൻ ഈ വാഹനത്തിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് താഴെ നമുക്കൊരു എന്താ പറയുന്ന ഒരു ബേജ് അല്ല, അങ്ങനത്തെ ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കാണും. ആൻഡ് മുകളിൽ ഏകദേശം ഡിഫൻഡറിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് ബ്ലാക്ക് ഹുഡ് വരെ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് റൂഫ് ഉണ്ട്, അതിൻ്റെ കൂടെ ബ്ലാക്ക് ഹുഡ് ഉണ്ട്. പിന്നെ നമ്മുടെ പില്ലേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. സോ നല്ലൊരു യൂണിക് ഡിസൈനും ഈ വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു മിനി ഡിഫൻഡർ ലുക്ക് തന്നെയാണ് ഈ വാഹനത്തിന് കിട്ടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വരുന്ന ഒട്ടുമിക്ക എല്ലാ ബോക്സി ഷേപ്പ് വണ്ടിയിലും ഡിഫൻഡർ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അതാണ് വേറൊരു പ്രശ്നം. പക്ഷേ അത് ഒരു കുഴപ്പമാണോ എന്ന് ചോദിച്ചാലല്ല. എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധാരണ വണ്ടിയല്ല, എന്താ പ്രത്യേകത എന്ന്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഡയമെൻഷൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ സബ്ഫോമീറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ബാക്കി ആസ്പെക്ട്സ്, അതായത് നമ്മുടെ വീൽ ബേസ് ആയിക്കോട്ടെ, ലെങ്ത് ആയിക്കോട്ടെ, വിഡ്ത്ത് ആയിക്കോട്ടെ, ഹൈറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ആയിരിക്കും എന്നാണ് റെനോ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ നമ്മുടെ നീ റൂം, അതായത് റിയറിലുള്ള പാസഞ്ചേഴ്സിൻ്റെ ലെഗ് റൂം വരുന്ന 200 mm ആണ് ഒരു സ്പേസ് ക്ലെയിം ചെയ്യുന്നത്. അതും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആണ് എന്നാണ് റെനോ പറയുന്നത്. ഓവറോൾ ഈ വണ്ടി സൈഡിൽ നോക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു SUV പോലൊന്നും ഇല്ല. അത്യാവശ്യം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെയാണ് ഈ വാഹനത്തിന് ഡിസൈൻ ഇരിക്കുന്നത്. കാണുമ്പം സൈഡിൽ നിന്ന് നമുക്കൊരു മാച്ചോ ലുക്ക് ഉണ്ട്. അതുമാത്രമല്ല ബാക്കിലത്തെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ ഇക്കോ സ്പോർട്ടിന് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. വേറൊരു വണ്ടിയും അതിനുശേഷം പിന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം കോസ്റ്റാണ്. കാരണം ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെയിൽ ഗേറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് തുറക്കണം, സൈഡിലോട്ട് തുറക്കണം. പിന്നെ അതിൻ്റെ ഹിഞ്ചിൻ്റെ കുറച്ചും കൂടെ അതായത് ഇത് കൂട്ടണം, ലോഡ് ബെയറിംഗ് കൂട്ടണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഏതായാലും ഇവർ ഫൈനലി അത് ചെയ്തു. ആൻഡ് ഈ സെഗ്മെൻറ്റിൽ ഇനിയും നമുക്ക് വീണ്ടും ഈ സംഭവം കാണാൻ പറ്റും. പിന്നെ ടെയിൽ ലാംപ്സിൻ്റെ ഒക്കെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. ഭയങ്കര സ്ലിക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. ആൻഡ് അതൊരു ഇച്ചിരി സ്ലാൻഡിങ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അഗൈൻ ബാക്കിൽ നോക്കുകയാണെങ്കിലും പക്ക നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സി ഷേപ്പ് തന്നെയാണ് ഈ വാഹനത്തിന് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡിഫൻഡറിൽ വരുന്ന പോലെ സൈഡിലെ ലാഡറും പിന്നെ മറ്റേ ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതുപോലത്തെ ഒരു ലുക്ക് തന്നെ ആയിക്കോളും. ആൻഡ് ഓവറോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ മാത്രമാണ് അവരിപ്പം നിലവിൽ പുറത്തു വിട്ടിരിക്കുന്നത്. അതും കോൺസെപ്ച്വലൈസ്ഡ് വേർഷൻ ആണ്. ഇൻറ്റീരിയർ നമുക്ക് അധികം വേഗാതെ കാണാൻ പറ്റും എന്ന് വിചാരിക്കാം. എനിവേ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണെങ്കിലും റെനോ ക്ലെയിം ചെയ്യുന്നത് 400 ലിറ്റേഴ്സ് ആണ്. അത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലുതാണ്. കാരണം നോർമലി നമ്മൾ ജസ്റ്റ് ബൂട്ട് സ്പേസ് ഈ മുകളിലേക്ക് എടുക്കാതെ താഴത്തെ മാത്രം കപ്പാസിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ 390 ലിറ്റേഴ്സ് വരെയാണ് മാക്സിമം കപ്പാസിറ്റി ഉള്ളത്. അത് സിറോസിനാണ്, അതും സീറ്റ് ഫ്രണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ. ഈ വണ്ടിക്ക് പക്ഷേ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി ആയിട്ട് തന്നെ 400 ലിറ്റേഴ്സ് വരെ പറയുന്നുണ്ട്. പിന്നെ വീൽ ബേസ് അത്യാവശ്യം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹൈ ആയിരിക്കും എന്ന് ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ബൂട്ട് സ്പേസ് കൂടുതലാണെങ്കിലും ക്യാബിൻ സ്പേസിലേക്ക് അത് എഫക്റ്റ് ആവുന്നില്ല. ഇൻറ്റീരിയർ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഡസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം പുതിയ വണ്ടിയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതുപോലൊന്നും ആയിരിക്കില്ല, ഇതൊരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട്, അതായത് അവർ ഇന്ത്യക്ക് വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു വണ്ടിയാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം. പക്ഷേ അതിന് മുന്നേ ഇൻറ്റീരിയറിൻ്റെ കുറച്ചൊക്കെ സാധനങ്ങൾ, അതായത് സ്ക്രീനോ സംഭവങ്ങളോ ഒക്കെ ചിലപ്പോൾ അവർ ഷെയർ ചെയ്യുമായിരിക്കും. നമുക്ക് ഡസ്റ്ററിൽ 10.25 ഇഞ്ചസിൻ്റെ 2 സ്ക്രീനാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ ഡിസൈനൊക്കെ നമുക്കറിയാം. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക് സൺറൂഫ്, അത് പാനോറാമിക് സൺറൂഫാണ്. പിന്നെ നമുക്ക് ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഇലക്ട്രിക് സീറ്റ്സ് എന്ന് പറയേണ്ട ഇപ്പോഴത്തെ ഒരു സാധാരണ വണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റുള്ള വണ്ടിയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ പുതിയ ജനറേഷൻ ഡസ്റ്ററിലുണ്ടായിരുന്നു. ഇനിയിപ്പം പുതിയ നമ്മുടെ ബ്രിഡ്ജർ കോൺസെപ്റ്റിൻ്റെ കേസൊക്കെ ആണെങ്കിലും ഈ വണ്ടിയിലും ഈ സെഗ്മെൻറ്റിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സും കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ എന്തായാലും നോർമലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിന് പുറമെ ഔട്ട് ഓഫ് ദ ബോക്സ് എന്തെങ്കിലും അവർക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു സംഭവം ആയനെ. ഇനി ഡയമെൻഷൻസിൻ്റെ കേസിലും നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കേസ് പറയാൻ വിട്ടുപോയി. 200 mm ആണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് അവർ ക്ലെയിം ചെയ്യുന്നത്. അഗൈൻ അതും നമുക്ക് ഈ സെഗ്മെൻറ്റിൽ വളരെ
വളരെ നല്ലൊരു ക്ലിയറൻസ് ആയിട്ട് തന്നെ പറയും. ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഡൈവേഴ്സ് ആയിട്ടുള്ള പവർ ഓപ്ഷൻസും അവർ പറയുന്നുണ്ട്. അതായത് ഈ വണ്ടി നമ്മുടെ ഡസ്റ്റൻ്റെ RGMP എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ടെക്നിക്കലി ഇത് CMF-B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഡിറൈവ്ഡ് ആണ്. അത് ഇൻ്റർനാഷണൽ വരുന്ന ഡസ്റ്റർ CMF-B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമുക്ക് ഇന്ത്യക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഈ പുതിയ RGMP എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സംഭവങ്ങൾ ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ എക്സ്ട്രാ കോമ്പാറ്റബിൾ ആയിട്ട് വരുന്നുണ്ട്. പുറത്തെ വണ്ടിയിൽ ചില സാധനങ്ങൾ കോമ്പാറ്റബിൾ അല്ല. ആൻഡ് ഈ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ ഒരുപാട് പവർ ഓപ്ഷൻസ്, അതായത് നോർമൽ പെട്രോൾ എഞ്ചിൻ ആയിക്കോട്ടെ, അതിന് പുറമെ ഹൈബ്രിഡ് അവൈലബിൾ ആയിരിക്കും, പിന്നെ ഇലക്ട്രിക് വണ്ടിയും അവൈലബിൾ ആയിരിക്കും. ഈ സെഗ്മെന്റിൽ ഇത്രയും പവർ ഓപ്ഷൻസ് ഒരുമിച്ച് കൊടുക്കുന്ന ആദ്യത്തെ വണ്ടിയും ഇത് തന്നെയായിരിക്കും എന്നാണ് നമ്മുടെ റെനോ ക്ലെയിം ചെയ്യുന്നത്. അതിനുള്ളിൽ ഇനിയിപ്പോൾ സിറോസ് EVയും സിറോസിൻ്റെ ഹൈബ്രിഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം. കാരണം Kia സിറോസ് EV ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈബ്രിഡിൻ്റെ കാര്യം കൺഫേം അല്ല കേട്ടോ. ഈ വണ്ടി പക്ഷേ എന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ആയിരിക്കും വരുന്നത്, ഓർ അറ്റ്ലീസ്റ്റ് അടുത്തടുത്തുള്ള ഒരു ടൈം ലൈനിൽ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പവർ ഓപ്ഷൻസ് എല്ലാം കിട്ടാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിലും അവരെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാതെ പ്രൊഡക്ഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി അവരിപ്പോൾ ഒരു ഗ്ലോബൽ അൺവീൽ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ വണ്ടി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ബാക്കിയുള്ള മാർക്കറ്റ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ചെന്നൈയിലുള്ള റെനോയുടെ പ്ലാനിലായിരിക്കും ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷനെല്ലാം നടക്കാൻ പോകുന്നത്. എന്തോരാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഇതും നമുക്ക് ഉറപ്പിക്കാം, റെനോ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി ആലോചിച്ച് അത്യാവശ്യം നല്ല സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനൊരു വണ്ടി അതും എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ വിൽക്കാൻ പോകുന്നത്. പിന്നെ സപ്പോമീറ്റർ വണ്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ഈ സപ്പോമീറ്റർ റൂളൊക്കെ ഇത്ര ഇതായിട്ട് വരുന്നത്. പുറത്തൊന്നും അങ്ങനെ 4 മീറ്ററിന് താഴെ വണ്ടികൾ ഇറക്കിയ ടാക്സ് പറയും എന്ന് പറയുന്ന റൂളൊന്നുമില്ല. എന്നാൽ പോലും അവരിതൊരു ഗ്ലോബൽ വണ്ടിയായിട്ട് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. ഇനി അതല്ലാതെ നമ്മളിപ്പോൾ റെനോയുടെ ഇനി വരാൻ പോകുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ബിഗ്സ്റ്റർ കോൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾ പൊതുവെ ആലോചിക്കുക. ബിഗ്സ്റ്റർ കോൺസെപ്റ്റ് അല്ല, നമ്മുടെ ഡാഷ്യ ബിഗ്സ്റ്റർ ഉണ്ട്. അത് ഡസ്റ്ററിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടെ ലെങ്ത് കൂടിയ, പുറത്ത് 7 സീറ്റർ അല്ല 5 സീറ്ററാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് 7 സീറ്ററായിട്ട് കിട്ടാൻ പോകുന്ന ഒരു വണ്ടിയായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അത് തന്നെയായിരിക്കും മിക്കവാറും ഇവരുടെ അടുത്ത ലോഞ്ച്. പക്ഷേ അതായത് അതിന് ശേഷം വരാൻ പോകുന്ന വാഹനമായിരിക്കും ഈ സപ്പോമീറ്റർ SUV. ഇതിന് ലോഞ്ച് ടൈം ലൈൻ പറഞ്ഞിരിക്കുന്നത് 2027 അവസാനമാണ്. അതിച്ചിരി കൂടുതൽ അല്ലെ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം. പക്ഷെ അതിന് മുന്നേ ഇനിയിപ്പോൾ ഇവർക്ക് മറ്റേ ബിഗ്സ്റ്റർ ബേസ്ഡ് ആയിട്ട്, അത് എൻ്റെ പേരൊക്കെ വേറെ ആയിരിക്കും, പക്ഷേ ആ വണ്ടി വരാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവരിപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ചൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വണ്ടികൾ ഇറക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ നല്ല സക്സസും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പൊസിഷനിങ് എടുക്കുകയാണെങ്കിൽ ഡസ്റ്ററിൻ്റെയും അതുപോലെ കൈഗറിൻ്റെ ഇടയിലായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൈഗർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി സപ്പോമീറ്റർ SUV ആണ്, പക്ഷേ അതിൻ്റെ കോമ്പറ്റീഷൻ നമ്മുടെ നെക്സോൺ XUV3 Exo അങ്ങനത്തെ വണ്ടികളൊന്നുമല്ല. ഒരു ചെറിയ സെഗ്മെൻറ്റ് താഴത്താണ് നിൽക്കുന്നതെന്ന് പറയാം. നമുക്ക് ഇപ്പോൾ എഞ്ചിൻ ഓപ്ഷൻസും സംഭവങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്നാലും ഡയമെൻഷൻസ് ഇപ്പോൾ ലെങ്ത് ആയിക്കോട്ടെ വിഡ്ത്ത് ആയിക്കോട്ടെ അതിൻ്റെ കാര്യത്തിലൊക്കെ ആ വണ്ടി കുറച്ച് താഴെയാണ് ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ വണ്ടി എന്തായാലും അങ്ങനെ ആയിരിക്കില്ല, പ്രോപ്പർ സപ്പോമീറ്റർ വാഹനങ്ങളുടെ ഡ്രൈവിൽ തന്നെ ആയിരിക്കും. ഇതുപോലെ തന്നെ റെനോ ഇനി നമുക്ക് നല്ല വണ്ടികൾ എന്നിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ തന്നെ നമുക്കൊക്കെ കാണാം. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.